ദേശീയ തലത്തിൽ തന്നെ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച പ്രമാദമായ ഒരു കേസാണിത്. ഈ ദാരുണ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയുന്നുണ്ട്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് പശ്ചിമ ബംഗാൾ എന്ന് ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. കഴിഞ്ഞ 2 വർഷമായി അക്രമം സംഭവിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പലവട്ടം പോയി, അക്രമം സംഭവിച്ച സ്ഥലങ്ങളിൽ പോയി, ആശുപത്രിയിൽ പോയി ഇരകളെ കണ്ടു. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ ലാഘവബുദ്ധിയോടുകൂടിയാണ് സമൂഹം കൈകാര്യം ചെയ്യുന്നത്, ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്. ഈ നില മാറിയേ പറ്റൂ. ഈ കേസിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ സജീവമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അക്രമം നടന്ന ആശുപത്രിയിൽ പലവട്ടം പോയി, ഡോക്ടർമാരുടെ സമരപന്തലിൽ പോയി, മാതാപിതാക്കളെ അവരുടെ വീട്ടിൽ പോയി സന്ദർശിച്ചു. അവരുടെ പരാതികൾ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ധാരാളം ഡെലിഗേഷനുകൾ ഇവിടെ വന്നു, നിവേദനങ്ങൾ വന്നു, ഡോക്ടർമാർ വന്നു, പാരാമെഡിക്കൽ സ്റ്റാഫ് വന്നു, പൊതുസമൂഹം വന്നു. ഇതിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, സ്ത്രീ സുരക്ഷ വളരെ വളരെ മോശമായ സംവിധാനമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഇതിന് മാറ്റമുണ്ടാവണം. ഗവൺമെൻറ് മുൻകൈ എടുക്കണം, പൊതുസമൂഹം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം. എന്ത് നടപടികളാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വിശേഷിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അതുപോലെ പാരാമെഡിക്കൽ ജീവനക്കാർക്കും സുരക്ഷ എങ്ങനെ ഏർപ്പെടുത്താം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നടപടികൾ സ്വീകരിക്കണം. എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നറിയിക്കണം എന്ന് റിപ്പോർട്ട് ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ ബന്ധപ്പെട്ട എല്ലാവരുമായും വിളിച്ചുകൂട്ടി ചർച്ച നടത്തും. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ, വിശേഷിച്ചും ആരോഗ്യപരിപാലന കേന്ദ്രങ്ങളിൽ എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ രൂപരേഖ ഉണ്ടാവണം. ഒരു രൂപരേഖ ഉണ്ടായാൽ മാത്രം പോരാ, ഒരു കർമ്മ പദ്ധതിയാക്കി മാറ്റി അത് നടപ്പാക്കുകയും വേണം. ഇതിനുള്ള പ്രയോറിറ്റി മുൻഗണന കൊടുക്കുന്നത് ഇതിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ ഗവൺമെൻറ് ഒരു ബില്ല് പാസ്സാക്കി. ആ ബില്ല് പ്രസിഡന്റിനെ വെച്ച്, കാരണം ഭരണഘടനാപരമായ ചില ന്യൂനതകൾ ആ ബില്ലിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നിയമപരമായും നയപരമായും ഒക്കെ നടപടികൾ സ്വീകരിച്ച്, പ്രായോഗികമായ നടപടികൾ സ്വീകരിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിന് മുൻഗണനാക്രമത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിന് യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ ആരെയും സമ്മതിക്കില്ല.